യേശുവിൻ്റെ ഏറ്റവും സ്നേഹമുള്ളവരെ, 8 നോമ്പ് നാം എല്ലാവരും ഭക്തിപൂർവ്വം കൊണ്ടാടുന്നതാണ്. ചരിത്ര പ്രാധാന്യമുള്ള കാഞ്ഞിരപ്പള്ളി അക്കരമയുടെ പള്ളി 6 നൂറ്റാണ്ട് കാലമായി ആചരിക്കപ്പെടുന്ന 8 നോമ്പ് പൂർവാധികം ഭക്തിയോടെ നമ്മൾ കൊണ്ടാടുകയാണ് ഈ വർഷം. 8 നോമ്പ് നമ്മൾ നോക്കണം. മത്സ്യ മാംസ മുട്ട അതിൻ്റെ വർധനം, പാലും അതിൻ്റെ ഉൽപ്പന്നങ്ങളും ഒക്കെ ഉപേക്ഷിക്കുന്നവരുണ്ട്. അത് മുതിർന്നവർ അത് ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളും കണ്ട് അത് ഫോളോ ചെയ്യും. ചില കുടുംബങ്ങളിൽ മാതാപിതാക്കളെക്കാൾ കൂടുതലായിട്ട് ഏറ്റവും നോക്കുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട് നോമ്പ് ആചരിക്കുന്നവർ. അത് പരിശുദ്ധമായ പാരമ്പര്യം പവിത്രമായി കൈമാറ്റം ചെയ്യപ്പെടുന്നതുകൊണ്ടാണ്. നമ്മൾ 8 നോമ്പ് നോക്ക് പരിശുദ്ധമ്മയുടെ വെറുതിനാളിന് ഒരുങ്ങുന്ന അവസരത്തിൽ ദൈവ മാതാവിനെ കുറിച്ചുള്ള ചില ചെറിയ ചിന്തകൾ ഒരുമിച്ച് നമുക്ക് പങ്കുവെക്കാം. ഈ ദിവസങ്ങളിലെല്ലാം ആഴമേറിയ ധ്യാന ചിന്തകൾ ഹൃദയത്തിൽ സൂക്ഷിച്ച് കടന്നു പോവുകയാണല്ലോ നമ്മൾ. പരിശുദ്ധ അമ്മയെക്കുറിച്ച് നമുക്ക് പറയാവുന്ന ഒന്നാമത്തെ കാര്യം, ദൈവഗീതത്തിന് ആമേൻ പറഞ്ഞതാണ് പരിശുദ്ധ മറിയം. അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറയുന്നതാണ് ആമേൻ. ആരെല്ലാം ദൈവഗീതത്തിന് ആമേൻ പറഞ്ഞു അവരെല്ലാം ദൈവം സമൃദ്ധമായി അനുഗ്രഹിച്ചിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിൽ ദൈവം അബ്രഹാമിനോട് പറഞ്ഞു, നിന്റെ ജനത്തെയും നിന്റെ ഗൃഹത്തെയും സ്വദേശത്തെയും മണ്ണിനെയും ഉപേക്ഷിക്കാം. ഞാൻ പറയുന്ന സ്ഥലത്തേക്ക് നീ പുറപ്പെടണം. തലമുറകളാൽ നീ അനുഗ്രഹീതനായി മാറും. ഒന്നും ചിന്തിക്കാതെ അബ്രഹാം പറഞ്ഞു ആമേൻ. അപ്രകാരം സംഭവിക്കരുത്. അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറുകയാണ്. നിങ്ങൾ കാണുന്നു ആമേൻ പറഞ്ഞ അബ്രഹാം വിശ്വാസികളുടെ പിതാവായി മാറി. പിന്നീട് മോശ ദൈവത്തോട് ചോദിച്ചു, ദൈവമേ നിന്റെ പേരെന്താ? അപ്പോൾ ദൈവം പേര് പറയുന്നത് എങ്ങനെയാണ്? ഞാൻ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമാണ്. അതിൽ ഒറ്റ വാക്കെടുക്കുക, അബ്രഹാമിന്റെ ദൈവം. അബ്രഹാമൻ ദൈവമെന്ന ബൈബിൾ വാക്കിന്റെ അർത്ഥം അനുസരിക്കുന്നവരെ അനുഗ്രഹിക്കുന്ന ദൈവം. ദൈവം പറഞ്ഞു, അബ്രഹാം അനുസരിച്ചു, ദൈവം അനുഗ്രഹിച്ചു. ഇവിടെ നമ്മൾ കാണുകയാണ് രക്ഷാകര ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ ആമേൻ പറഞ്ഞപ്പോൾ, അപ്രകാരം സംഭവിക്കേണ്ടേ എന്ന് പറഞ്ഞപ്പോൾ അവിടെ ദൈവത്തിന്റെ അത്ഭുതങ്ങൾ ഒന്നൊന്നായി അരങ്ങേറുന്നതായി നമ്മൾ കാണുന്നു. ലോക ചരിത്രത്തിൽ, ബൈബിൾ ചരിത്രത്തിൽ നമ്മൾ കാണും ആമേൻ പറഞ്ഞ മുഹൂർത്തങ്ങളിൽ അത്ഭുതങ്ങൾ സംഭവിച്ചു. ആമേൻ പറഞ്ഞപ്പോൾ അത്ഭുതങ്ങൾ സംഭവിച്ചു. 4 നിർണായക മുഹൂർത്തങ്ങളിലാണ് ബൈബിളിൽ ആമേൻ അല്ലെ അപ്രകാരം സംഭവിക്കട്ടെ എന്ന വാക്ക് നമ്മൾ കാണുക. 1, സൃഷ്ടികർമ്മത്തിൽ ദൈവം പറഞ്ഞ ആദ്യ വാക്ക് പ്രകാശമുണ്ടാകട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. പറഞ്ഞ നിമിഷത്തിൽ സൃഷ്ടികർമ്മം ആരംഭിച്ചു. ദൈവം അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ക്രിയേഷൻ, സൃഷ്ടികർമ്മം ലോകത്തിൽ അരങ്ങേറി. 2ാമത്തെ അത്ഭുതം, നസ്രത്തിൽ മറിയം പറഞ്ഞു അപ്രകാരം സംഭവിക്കട്ടെ. പരിശുദ്ധ ദൈവമാതാവിന്റെ ജന്മത്തിനാൾ ഒരുങ്ങുമ്പോൾ ഈ മറിയം മാലാഖൻ എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ ധ്യാനിക്കുക. അപ്രകാരം സംഭവിക്കട്ടെ. നീ ഗർഭം ധരിച്ച് പുത്രനെ പ്രസവിക്കും. ഇത്ര മനോഹരമായിട്ടാണ് മംഗളവാർത്ത ഗബ്രിയേൽ മറിയത്തിന് മുമ്പിൽ പ്രഘോഷിക്കുന്നത്. അത്യുന്നത ശക്തിന്റെ മേൽ ആവശ്യം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ നിറയും. മനുഷ്യന് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. മറിയം പറയുന്നുണ്ട് ആമേൻ, നിന്റെ ഹിതം പോലെ സംഭവിക്കട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. അപ്രകാരം സംഭവിക്കട്ടെ എന്ന് മറിയം പറഞ്ഞപ്പോൾ 2ാമത്തെ അത്ഭുതം ഇൻകാർനേഷൻ, മനുഷ്യാവതാരം. ദൈവം പറഞ്ഞപ്പോൾ ക്രിയേഷൻ, സൃഷ്ടി. മറിയം പറഞ്ഞപ്പോൾ ഇൻകാർനേഷൻ, മനുഷ്യാവതാരം. വീണ്ടും ലൂക്കോസ് വിശേഷത്തിന്റെ 22-ാം അധ്യായത്തിൽ ഗത്സമേനിൽ യേശു പറയുന്നുണ്ട്, എനിക്ക് പല ഇഷ്ടമുണ്ടെങ്കിലും പിതാവേ, എന്റെ ഇഷ്ടമല്ല നിന്റെ ഇഷ്ടം പോലെ അപ്രകാരം സംഭവിക്കട്ടെ. ആ നിമിഷത്തിൽ അത്ഭുതകരമായ റിഡംഷൻ വീണ്ടെടുത്തു. വീണ്ടും സഭ ഒരുമിച്ച് ചേരുമ്പോൾ ദൈവജനം പറയുന്നു, സ്വർഗത്തിലെ പോലെ ഭൂമിയിലും നിന്റെ ഇഷ്ടം പോലെ അപ്രകാരം സംഭവിക്കട്ടെ. അങ്ങനെ ഒരു സമൂഹം പറഞ്ഞപ്പോൾ മിസ്റ്റിക്കൽ ബോഡി ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ഭൗതിക ശരീരം ഈ ഭൂമി ജന്മമെടുത്തു.
ക്രിസ്തുവിന്റെ തുടർച്ചയായ തിരുസഭ. ഇവിടെയെല്ലാം ആമേൻ പറയുന്നു, അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറയുന്നു. പറയുന്ന ഇതുണ്ടാകുന്ന അത്ഭുതങ്ങൾ. ദൈവം പറഞ്ഞപ്പോൾ സൃഷ്ടി, യേശു പറഞ്ഞപ്പോൾ, മറിയം പറഞ്ഞപ്പോൾ മനുഷ്യാവതാരം, ഈശോ പറഞ്ഞപ്പോൾ വീണ്ടെടുപ്പ് റിഡംഷൻ, അവിടെ സഭ പറയുമ്പോൾ യേശുവിന്റെ മൗലികമായ സഭയുടെ ഉയർച്ച വളർച്ച. 8 നോമ്പിൽ പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ആയിരിക്കുന്ന അവസ്ഥകൾക്ക് ആമേൻ പറയാം, അപ്രകാരം പറയാം. ഇന്ന് ഉത്തരവില്ലാത്ത ചോദ്യങ്ങൾ വരിക. COVID-19 ബുദ്ധികൊണ്ടും യുക്തികൊണ്ടും ഉത്തരവില്ല. ഒരു മറുപടി എപ്പം മാറി എന്ന് തീരും, നാളെ എന്ന് ഒരു പ്ലാൻ പദ്ധതിയിലില്ല. ചുമ്മാ പറയണം, നിന്റെ ഇഷ്ടം പോലെ സംഭവിക്കട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. ദൈവമല്ലേ ഇതുവരെ നയിച്ചത്, ഇനിയും നയിക്കും. അവർക്ക് ഉറപ്പ്. ഈശോ ചോദിക്കുന്നില്ലേ, ആയുഷിന്റെ ദൈർഘ്യം ഒരു മുഴം കൂടെ നേടുവാൻ ആകുലപ്പെടുന്നത് കൊണ്ട് സാധിക്കുമോ എന്ന്. ജീവിതത്തിൽ ആകുലമില്ല, ടോട്ടൽ സറണ്ടർ. അപ്രകാരം സംഭവിക്കട്ടെ. അത് പറയാൻ നമുക്ക് പറ്റണം. ബുദ്ധിയോടും യുക്തിയോടും നമുക്ക് പറയുന്ന ഉത്തരവില്ലല്ലോ. ആ നിമിഷങ്ങളിൽ പറയേണ്ട വാക്കിലാണ്. എന്റെ ആലോചനയിൽ ചിന്തയിൽ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ദൈവം നിറവേറട്ടെ. അതല്ലേ പഴയ നിയമത്തിൽ ജോബ് പറഞ്ഞത്. പൗരസ്യ സമ്പന്നനായ ജോബ് പറയുന്നത്, എത്ര ആലോചിച്ചിട്ടും എന്തിനാണ് ഈ സഹനം, എന്തിനാണ് ഈ ദുരിതം, എന്തിനാണ് ഈ കുരിശങ്ങൾ, എനിക്ക് മനസ്സിലാകുന്നില്ല. പക്ഷെ ഒന്നെനിക്കറിയാം, എന്റെ സമ്പത്തിൽ സന്നിഹിതനായ ദൈവം എന്റെ സഹനത്തിലും സന്നിഹിതനാണ്. ദൈവം പോലെ നിറവേറട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. 2020 ഒരുപാട് അസ്വസ്ഥതകൾ ഉള്ള ഈ 8 നോമ്പിൽ ജനക്കൂട്ടത്തിന് ആരോഗ്യമില്ലാത്ത ഈ നോമ്പുകാലത്ത് ഓരോ നിമിഷവും ഓരോ ദിവസവും പറയാം, അപ്രകാരം സംഭവിക്കട്ടെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കട്ടിലിരുന്ന് നമ്മളൊക്കെ പറയണം, ഇന്നത്തെ ദിവസം ദൈവജനം പോലെ സംഭവിക്കട്ടെ. രാത്രി ഉറങ്ങാൻ നേരത്തും പറയണം, ഇന്നേ ദിവസം സംഭവിച്ചതെല്ലാം നല്ലതിന് നിന്റെ ഹിതം പോലെ നിറവേറട്ടെ, അപ്രകാരം സംഭവിക്കട്ടെ. അങ്ങനെ പറയുവാൻ പരിശുദ്ധ അമ്മയോട് നമുക്ക് ശ്രമിക്കാം. 1. മാതാവിന്റെ 1ാമത്തെ പ്രത്യേകത, ആമേൻ പറഞ്ഞവൾ അപ്രകാരം സംഭവിക്കട്ടെ എന്ന് ഏത് സന്തോഷത്തിന്റെയും ദുഃഖത്തിന്റെയും മുറിവിന്റെയും വേദനയുടെയും ഏറ്റു പറഞ്ഞവൾ അമ്മയെ പോലെ നമുക്ക് പറയാൻ ശ്രമിക്കാം. 2. ഈ അമ്മ അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞത് വിശ്വാസത്തിലൂടെയാണ്. വിശ്വസിക്കുന്ന ഒരമ്മയാണ് നമ്മൾ കാണുക. എന്താണ് വിശ്വാസം? എബ്രായ ലേഖനത്തിന്റെ 11ാം അധ്യായത്തിന്റെ 1-2 തിരുവചനങ്ങൾ. വിശ്വാസം എന്നത് പ്രത്യാശിക്കുന്നവ ലഭിക്കുമെന്നുള്ള ഉറപ്പും കാണപ്പെടാത്തവ ഉണ്ട് എന്നുള്ള ബോധ്യവുമാണ്. അമ്മയ്ക്കറിയാം, വിശ്വസിക്കുന്നത് ലഭിക്കും, പ്രത്യാശിക്കുന്നത് ലഭിക്കും. കാണുന്നതിനപ്പുറത്ത് കാണപ്പെടാത്ത ലോകമുണ്ട്. ഇതായിരുന്നു പരിശുദ്ധ അമ്മയുടെ വിശ്വാസം. അതുകൊണ്ട് അമ്മയെ സംബന്ധിച്ച് വിശ്വസിച്ച അമ്മയാണ്. നമ്മൾ കാണുന്നുണ്ട് ലൂക്കാസ് വിശേഷത്തിൽ 1ാം അധ്യായത്തിൽ യേശുവ എന്ന ഇളയമ്മയെ കാണാൻ മറിയം തിടുക്കത്തിൽ ഓടുകയാണ്. നമുക്കറിയാം, വിശ്വസിക്കുന്ന മനുഷ്യർക്ക് ഒരു തിടുക്കം, ചത്തേ ചലനെന്നും പറഞ്ഞ് നടക്കുകയല്ല, അയ്യോ പുത്തോന്നും പറഞ്ഞ് നടക്കുകയല്ല, ഒരു ചൊണയാണ്, ഒരു ചൈതന്യമാണ്, തിടുക്കം. വിശ്വാസികളുടെ സ്വഭാവം തിടുക്കം. പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ, മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേൽ ജനത വടി കയ്യിൽ പിടിച്ച് തിടുക്കത്തിൽ പെസഹാഘോഷിച്ചു. തിടുക്കം. യേശുവിനെ കണ്ട സക്കൈവൂസ് സിഹോറിൽ നിന്നും തിടുക്കത്തിൽ താഴത്തേക്ക് ഇറങ്ങി വന്നു. മറിയം എലീശയുടെ ഭവനത്തിലേക്ക് തിടുക്കത്തിൽ യാത്രയായി. നമുക്ക് ഈ വിശ്വാസികളുടെ തിടുക്കവുമില്ല. കുർബാന 7-ാണോ 1, 2, 3, 4 ആദ്യം പോകുന്നതാണ്. സിനിമ 6-ാണോ എന്തൊരു തിടുക്കം, എന്തൊരു ഓട്ടമാണ്. വിശ്വസിക്കുന്നവന് തിടുക്കം, അല്ലാത്തവൻ ശവപോലിരിക്കും, തണുത്തിരിക്കും, ഒന്നിലും ഉണർന്നില്ല, ടൈമില്ല, ചിട്ടയില്ല, ക്രമമില്ല. രാവിലെ 5:30 എഴുന്നേറ്റ് അലാമിച്ച് കിടന്നാലും 5:30 അലാം മറിഞ്ഞും കിടക്കാനുള്ള അലാമായിട്ട് മാറും. വിശ്വാസ ജീവിതമുള്ളവർ എവിടെയും ഒരു തിടുക്കമുണ്ട്. അതുകൊണ്ടാണ് യേശു അമ്മ ലൂക്കാ 1:45 മറിയത്തെ നോക്കി പറഞ്ഞത്, വിശ്വസിച്ച പെണ്ണെ നീ ഭാഗ്യവതി, വിശ്വസിച്ച പെണ്ണെ നീ ഭാഗ്യവതി. വിശ്വാസത്തിന്റെ ഒരു തിടുക്കത്തെയാണ് നമ്മളോട് കാണുന്നത്. വിശ്വസിക്കുന്ന മനുഷ്യരുടെ ഒരു ഉണർവ്, ഒരു ചുണ, ഉന്മേഷം ഇവിടെ നമ്മൾ കണ്ടെത്തുന്നു. നമ്മളെല്ലാവരും വിശ്വസിക്കുന്നവരാണ്. സാധാരണ ജീവിതത്തിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്? വണ്ടി ഓടിക്കുമ്പോൾ ഡ്രൈവറെ വിശ്വസിക്കണം. വിശ്വാസം ഒരിക്കലും വണ്ടിക്ക് ഉറങ്ങാൻ പറ്റുമോ? ഈ ഡ്രൈവർ വണ്ടിയുടെ സ്റ്റിയറിങ്
വലത്തോട് പിടിക്കുന്നു, ഇടത്തോട് പിടിക്കുന്നു, എന്തൊരു ടെൻഷൻ. ഡോക്ടറെ ചികിത്സിക്കാൻ വരുമ്പോൾ വിശ്വസിക്കണം. ഞാൻ പറയുന്നത് ഡോക്ടറെ എന്നെ ബോധം കെട്ടിയിട്ട് ഓപ്പറേഷൻ നടത്തിക്കും. എന്നാ ധൈര്യത്തിലാണ് ബോധം കെട്ടുന്നത്. ഞാൻ ബോധം കെട്ടി കിടക്കുമ്പോൾ ഈ ഡോക്ടർ എങ്ങാനും എന്റെ മർമ്മപ്രധാനമായ ഏതെങ്കിലും അവയവങ്ങൾ ചെത്തിപ്പറിച്ചുകൊണ്ട് പോയാലോ ചെയ്യുകയല്ല എന്ന് വിശ്വാസം. ഡോക്ടർ രോഗിയോട് പറഞ്ഞു, നട്ടലെ കുത്തിവെച്ച് മരപ്പിച്ച ഓപ്പറേഷൻ. രോഗി ചോദിച്ചു, മരപ്പിക്കുന്ന ഇഞ്ചക്ഷൻ എത്ര രൂപയാ? ഡോക്ടർ പറഞ്ഞു, ഇവിടെ അതിന് 750 രൂപ. രോഗി പറഞ്ഞു, പൊന്നു ഡോക്ടറെ, 50 രൂപയ്ക്കുള്ള ബോധം പോലും ഇല്ല, അത് കെട്ടാനായിട്ട് 750 മേടിക്കുന്നത് എന്തുപോലെ അന്യായമാണ്. ഡോക്ടറെ വിശ്വസിക്കും. നേഴ്സ് വരുന്നു, ഗ്ലൂക്കോസിന്റെ സ്റ്റാൻഡ് കുപ്പി കൊടുത്ത് കുത്തി കൊണ്ടുമായിട്ട് എന്നാ ധൈര്യത്തിലാണ് കിടന്നു കൊടുക്കുക. ഒരു നിമിഷം അവളെങ്ങാനും അബ്നോർമലായി മാറി കുപ്പിയെങ്ങാനും കുത്തി പൊടിച്ചിട്ട് ചില്ലെങ്ങാനും നെഞ്ചത്ത് കുത്തിക്കഴിയാൽ ചെയ്യുകയല്ല ഒരു വിശ്വാസം. അല്പം പച്ചയായിട്ട് പറഞ്ഞാൽ സ്വന്തം അപ്പനാരാന്നുള്ളത് പോലും ഒരു വിശ്വാസമല്ലേ. അമ്മ പറഞ്ഞു, മോളെ മോനെ, ഞാൻ അപ്പൻ ചാച്ചാന്ന് വിളിച്ചു. നമ്മൾ ആരും തന്നെ അമ്മയെ ബ്ലഡ് ടെസ്റ്റ് നടത്തിയിട്ട് വിളിക്കാം. അമ്മയെ വിശ്വസിച്ചവരാണ് നമ്മൾ. വിമാനയാത്ര എന്തൊരു വിശ്വാസമാണ്. പ്ലെയിനെ കയറുന്നതിനെ മരിക്കാനുള്ള യാത്രയാണ്. എയർപോർട്ടിന് പോലും ഉറപ്പല്ല വിമാനം താഴെ ഇറങ്ങുന്നു. നമ്മളെ കയറ്റി സീറ്റ് ബെൽറ്റിട്ട് കെട്ടി വെച്ചിട്ട് അവള് പറയുകയാണ്, 8-9 പ്രകാശമുള്ള വഴി കാണാം, അപകടം വന്നാൽ അതിനെ നിങ്ങൾ സാധിക്കണം. ചാടാനാണെങ്കിൽ കെട്ടി വെക്കേണ്ട കാര്യം വരുന്നുള്ളൂ. പിന്നെ പറയും, ഓക്സിജൻ കിട്ടാതെ വന്ന ഭൂമി ഇറങ്ങുന്ന ഓക്സിജൻ സഞ്ചികൾ വായി കുത്തിക്കയറണം. ഞാൻ നോക്കത്തേയില്ല. വിമാനം തരണം, പിന്നെ ഓക്സിജൻ തപ്പാൻ എവിടെ സമയം. ഒരു പ്ലെയിനിൽ പോകുമ്പോൾ എൻ്റെ അടുത്തൊരു ചേട്ടൻ ചോദിച്ചു, അച്ഛൻ്റെ ആദ്യത്തെ യാത്രയായിരുന്നു, എൻ്റെ പെരുമാറ്റം ഒട്ടും നോർമൽ അല്ലെന്ന് ചേട്ടനെ കണ്ടപ്പോൾ തോന്നി. നമ്മുടെ വലിയ ചേട്ടാ, വിമാനം താഴെ ഇറങ്ങുകയാണെങ്കിൽ പറയാം, ഇത് ആദ്യത്തെ യാത്രയാണോ അതോ ഒടുക്കത്തെ യാത്രയാണോ? നമുക്കാരും ഒന്നിനെ കുറിച്ച് പറഞ്ഞില്ല. എങ്കിലും വിശ്വസിക്കും. വിശ്വാസത്തിന്റെ ജീവിതം പരിശുദ്ധ അമ്മ നമുക്ക് കാണിച്ചു തന്നുകൊണ്ട് അമ്മ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, വിശ്വസിക്കണം. ബുദ്ധി കൊണ്ട് ഉത്തരം കിട്ടാത്ത ഒരുപിടി ചോദ്യങ്ങളുടെ മുമ്പിൽ വിശ്വസിക്കണം. കഴിവോട് കീഴടക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളുടെ മുമ്പിൽ ദൈവം ഇടപെടുമെന്ന് അത് വിശ്വസിക്കാം. മരണം വരുമ്പോൾ ഉയർപ്പിൽ വിശ്വസിക്കണം. രോഗം വരുമ്പോൾ സൗഖ്യത്തിൽ വിശ്വസിക്കണം. തെറ്റിദ്ധരിക്കപ്പെട്ട കർത്താവിൽ വിശ്വസിക്കണം. മനസ്സിന് മുറിവുണ്ടാകുമ്പോൾ മുറിവുകളെ മുദ്രയാക്കുന്നവരിൽ വിശ്വസിക്കണം. ഒരുപാട് ക്ഷതങ്ങൾ വരുമ്പോൾ സാധാരണ ക്ഷതങ്ങളെ പഞ്ചക്ഷതങ്ങളാക്കുന്നവരിൽ വിശ്വസിക്കണം. അങ്ങനെ വിശ്വസിക്കാനാ മറിയം നമ്മളെ പഠിപ്പിക്കുക. ജീവിതയാത്രയിൽ വിശ്വസിക്കുന്ന അമ്മയാവും ആ അമ്മയ്ക്കൊപ്പം യാത്ര ചെയ്യാൻ ദൈവം നമ്മളെ പഠിക്കുക. വിശ്വാസത്തിന്റെ ഒരു തീർത്ഥയാത്ര. തോമസ് പറഞ്ഞതല്ലേ, എന്റെ കർത്താവേ, എന്റെ ദൈവമേ, വിശ്വാസത്തിന്റെ ഒരു പ്രഘോഷണം. പരിശുദ്ധനായ പൗലോസ് പറഞ്ഞില്ലേ, ഇനിമേ ഞാനുള്ള ക്രിസ്തുവാണ് ജീവിക്കുക, വിശ്വാസത്തിന്റെ മറ്റൊരു ആഘോഷകരമായ പ്രഘോഷണം. കേസരിയ ഫിലിപ്പിയിൽ വിരക്ഷനായ മുക്കുവരി സൈമൺ പീറ്റർ ശിമോൻ പത്രോസ് പറഞ്ഞില്ലേ, വിശ്വസിക്കുന്നു. വിശ്വാസമില്ലാത്തവൻ തകരാം, വിശ്വസിക്കുന്നവന് ഉയരാം. വിശ്വസിക്കുന്നവന് ശിമയോനിൽ നിന്നും പത്രോസായി വളരാം. വിശ്വസിക്കാത്തവന് യൂദാസിൽ നിന്നും ഒറ്റുകാരനായി തകരാം. ജീവിതം എങ്ങനെയെന്ന് നമ്മൾ ചിന്തിക്കുക. പടിപടിയായ വിശ്വാസത്തിൽ പത്രോസിനെ പോലെ വളരുകയാണോ അതോ യൂദാസിനെ പോലെ ഒറ്റുകാരനായി തലപ്പതിക്കുകയാണോ? നമ്മൾ തമ്മിൽ ചോയ്സുകൾ നിരത്തിവെക്കുന്നു. അമ്മയുടെ 8 നോമ്പിൽ നമ്മൾ പ്രവേശിക്കുമ്പോൾ വിശ്വസിക്കുക. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒരു കണ്ണുകെട്ടിക്കടിയാണ്. ഒന്നും കാണുന്നില്ല, ഒരു മണിനാഥം നൽകുന്നു, അതിന്റെ പുറകെ പോകുന്നത്. അതുകൊണ്ടാണ് അവരെ കാഴ്ചയാലല്ല വിശ്വാസത്താലാണ് ഞാൻ യാത്ര ചെയ്യുക. ഞാൻ ഈ ദേശക്കാരനല്ല, എന്റെ ദേശം ഇവിടെയല്ല, ഇവിടെ ഞാൻ പരദേശവാസിയല്ലേ. അത് മറിയത്തിൽ ഉറപ്പുണ്ടായി, അപ്പോസ്തലന്മാർ ഉറപ്പുണ്ടായി, പ്രവാചകന്മാർ ഉറപ്പുണ്ടായിരുന്നു. എന്റെ ദേശം ഇവിടെയല്ല, ഇതിനപ്പുറത്തൊരു ദേശമുണ്ട്. ഈ ഒരു ഉറപ്പ്, ഈ ഒരു ബോധ്യം, ഇതാണ് അമ്മയുടെ വിശ്വാസം. ഒന്ന്, നമ്മൾ കാണുന്നു ആമേൻ പറഞ്ഞ അപ്രകാരം സംഭവിക്കട്ടെ എന്ന് പറഞ്ഞ അമ്മ. 2, ആ ആമേൻ പറഞ്ഞത് വിശ്വാസത്തിൽ കുറച്ചുകൊണ്ടാണ്, വിശ്വാസ ജീവിതത്തിൽ നിലനിൽക്കുന്നുണ്ടാകും. 3, ഈ അമ്മയുടെ പ്രത്യേകത നമുക്കറിയാം. ഈ അമ്മ വിശ്വാസത്തോടെ യാത്ര ചെയ്തപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ ഒരു ഭാവം ചേർത്ത് നമ്മൾ കാണണം. അതൊരു ആഘോഷകരമായ ഒരു യാത്ര. ഒന്നിനും തളർത്താൻ പറ്റാത്ത, ഒരു കമന്റിനും ഒന്നിനും തകർക്കാൻ പറ്റിയല്ല.
അതാണ് മർക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിന്റെ അവസാന വാക്യങ്ങളിൽ പറയുന്നത്. വിശ്വസിക്കുന്നവർക്ക് മാരകമായി എന്ത് കുടിച്ചാലും ബാധിക്കുകയല്ല. എന്ത് കുടിച്ചാലും ബാധിക്കുകയല്ല. എന്ത് കമന്റ് വന്നാലും റിമാർക്ക് വന്നാലും എന്ത് വന്നാലും ഒരു പിടിച്ചു നിൽക്കും. അത് വിശ്വാസത്തിന് അടയാളമാണ്. അമ്മയെ കുറിച്ച് എന്തും പറയട്ടെ. പരിശുദ്ധാത്മാവിന് ഗർഭിണിയായി കാണപ്പെട്ടപ്പോൾ ലോകം കമന്റ് പറഞ്ഞു. മകൻ വിവാഹം കഴിക്കാതെ വിവാഹമായിട്ട് അരങ്ങ് നടന്നപ്പോൾ ജനം കമന്റ് പറഞ്ഞു. ഇന്നും കമന്റ് പറയുന്നുണ്ട്. മറിയം പഴത്തുകയാണ്, മറിയം മൊത്തത്തോടാണ്, ഇങ്ങനെയൊക്കെ പറയുന്നവരുണ്ട്. എന്നാലും തകരുകയില്ല. വിശ്വാസം ഒന്നും തളർത്തുകയില്ല. അപ്പൊ അമ്മ അമ്മയിൽ പറഞ്ഞു, വിശ്വസിച്ചു, പ്രാർത്ഥിച്ചു. അതാണ് അമ്മയുടെ മൂന്നാമത്തെ മുഖം. പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മ വിശ്വാസവും പ്രാർത്ഥനയും ചേർത്ത് വെച്ചു. ഒരു പക്ഷിയുടെ രണ്ട് ചിറക് പോലെ വിശ്വാസവും പ്രാർത്ഥനയും. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിക്കും, പ്രാർത്ഥിക്കുന്നവർ വിശ്വസിക്കും. ഒരു നാണയത്തിന്റെ രണ്ട് വശം പോലെ. വിശ്വാസമുണ്ടോ അവിടെ പ്രാർത്ഥനയുണ്ട്, പ്രാർത്ഥനയുണ്ടോ അവിടെ വിശ്വാസമുണ്ട്. പ്രാർത്ഥനയില മറിയത്തിൽ അത്ഭുതങ്ങൾ നടന്നത്. നസ്രത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത കൊടുത്തു. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ജീവിതത്തിൽ പ്രത്യക്ഷത്തിൽ ക്ഷതമെന്ന് തോന്നുന്നത് പലതും ദൈവം ഒരുക്കുന്ന മംഗളവാർത്തയായിട്ട് മാറും. പുരുഷനോട് ജീവിക്കാതെ മറിയം ഗർഭിണിയായി കാണപ്പെടുമെന്ന് അറിഞ്ഞപ്പോൾ ക്ഷതമേൽക്കുന്ന ഒരു വാർത്തയാണ്. പക്ഷെ മറിയത്തിന് മംഗളവാർത്തയായി മാറി. പണ്ട് പഴയ നിയമത്തിൽ ഒരു യോസേഫ് പറയുന്നില്ലേ സഹോദരന്മാരോട്, നിങ്ങൾ എന്നെ പൊട്ടക്കണ്ണിലെറിഞ്ഞു, ഇസ്മയിലിന് വിറ്റു, പക്ഷേ എന്റെ ദൈവം അതെല്ലാം എനിക്ക് നന്മയ്ക്കായി മാറ്റി. ഏതോ ഒരു വാർത്തയും നാളത്തെ നന്മയ്ക്ക് ദൈവം മാറ്റുന്ന മംഗളവാർത്തയായി തീരുമെന്ന് പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൊടുക്കുന്ന ഉറപ്പ്. മക്കളെ കുറിച്ച് ടെൻഷനുണ്ടോ, പിരിമുറുക്കമുണ്ടോ, ആ മക്കളിലൂടെ ദൈവം നമുക്ക് നാളെ നന്മ തരും എന്നൊരു മംഗളവാർത്ത കണ്ടെത്താൻ പറ്റും പ്രാർത്ഥിക്കുന്ന മനുഷ്യന്. പ്രാർത്ഥിക്കുകയും ജീവിതയാത്രയും എന്നും എന്തു വേദും രണ്ടിനും വേണ്ടി സ്വീകരിക്കാൻ പറ്റും. പരിശുദ്ധ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ മംഗളവാർത്ത. വീണ്ടും അമ്മ പ്രാർത്ഥിച്ചു. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 15-ാം തിരുവചനം. സീയോൻ മാളികയിൽ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കുകയാണ്. അവിടെ പ്രാർത്ഥിച്ചപ്പോൾ നമ്മൾ കാണുന്നു, ആ പ്രാർത്ഥനയുടെ സമയത്ത് ശിഷ്യഗണത്തിന് നേതൃത്വം കൊടുത്ത അമ്മയാണ് ദൈവത്തിന്റെ ആത്മാവ് ഉള്ളത്. നമുക്കറിയാം സീയോൻ മാളിക സഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം. സീയോൻ മാളികയിലാണ് എന്റെ കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് ശരീര രക്തങ്ങൾ മുറിച്ചു പകുത്ത് പങ്കിട്ട് കൊടുത്ത സീയോൻ മാളിക. അവിടെ വെച്ചാണ് പ്രിയ ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകി തുടച്ച സീയോൻ മാളിക. അവിടെ വെച്ചാണ് വാഗ്ദാനമായ പരിശുദ്ധാത്മാവ് ആടുന്നിറങ്ങിയ സീയോൻ മാളിക. അവിടെ വെച്ചാണ് ദൈവമാതാവായ മറിയം ആത്മശരീരങ്ങളോടെ സ്വർഗത്തിലേക്ക് ആരോഗ്യയാക്കപ്പെട്ട സീയോൻ മാളിക. അവിടെ അമ്മയുണ്ടായിരുന്നു, പ്രാർത്ഥിക്കാൻ അമ്മയുണ്ടായിരുന്നു. പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ അമ്മയെ സീയോൻ മാളികയിൽ നമ്മൾ കണ്ടെത്തുന്നു. ഈ പ്രാർത്ഥിച്ചപ്പോൾ അമ്മയ്ക്ക് കിട്ടിയ ഉറപ്പെന്താ? ദൈവം എല്ലാം നന്മയായിട്ട് വരും. ജെറമിയ 29:11 എനിക്ക് നിലനിച്ചിരി പദ്ധതിയുണ്ട്, നിന്നെ നാശത്തിനല്ല നന്മയ്ക്കുള്ള പദ്ധതിയാണ്. ശുഭമായ ഭാവിയും ഭദ്രമായ പ്രത്യാശയും നൽകുന്ന അതിമനോഹരമായ പദ്ധതി. ആ ഉറപ്പ് റോമാലേഖനം 8:28-20 ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവന്റെ പദ്ധതി പ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അവിടുത്തെ സമസ്ത നന്മയ്ക്കായി ഒരുക്കും. ഈ ഉറപ്പ് ഇതാണ് പ്രാർത്ഥിക്കുന്ന അമ്മയുടെ ഉറപ്പ്. പ്രാർത്ഥിച്ച അമ്മയുടെ ജീവിതത്തിന്റെ ബോധ്യവും അതായിരുന്നു. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒത്തിരി കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു ചിലപ്പോൾ അതുപോലെ ഉടനെ കിട്ടിയെന്നിരിക്കുകയാണ്. എങ്കിലും പ്രാർത്ഥനയിൽ നിരാശയും നമ്മൾ കാണുന്നുണ്ട്. നല്ലവരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടിട്ടില്ല. നല്ലവരുടെ പ്രാർത്ഥന പ്രത്യക്ഷത്തിൽ ദൈവം കേട്ടിട്ടില്ല. നമ്മൾ കാണുന്നുണ്ടല്ലോ എന്തെല്ലാം പ്രാർത്ഥനകൾ ഉണ്ടായിരുന്നു. അബ്രഹാം പ്രാർത്ഥിച്ചു, പക്ഷെ പ്രാർത്ഥിച്ചവരെ ഉടനെ കിട്ടുന്നതായിട്ട് കാണുന്നില്ല. സൗലോൾ പ്രാർത്ഥിച്ചു, ഓരോരുത്തരുടെയും പ്രാർത്ഥന. പണ്ട് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു, മോശ പ്രാർത്ഥിച്ചു. മോശ പ്രാർത്ഥിച്ചത് എന്താ? തേനും പാലും ഒഴുകുന്ന കാനാൻ ദേശത്ത് കാല് കുത്താൻ എനിക്ക് ഭാഗ്യം തരണേ. പക്ഷെ മോശ യോർദാനിലെ മൗണ്ട് നെബോവിൽ വീട് മരിച്ചു. കാനാൻ ദേശത്ത് കാല് കുത്താൻ പറ്റിയില്ല. ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു, പാപത്തിൽ ബെത്ശബയിൽ പിറന്ന കുഞ്ഞിനെ കൊല്ലൽ. പക്ഷെ ബെത്ശബ പ്രസവിച്ച കുഞ്ഞ് മരിച്ചു. യേശു പ്രാർത്ഥിച്ചു, കാസ മാറ്റി തരണം. കാസ മാനിയില്ല, കുടിക്കാൻ ശക്തിയില്ല. 2 കൊരിന്ത്യർ 12 പരിശുദ്ധനായ പൗലോസ് പ്രാർത്ഥിച്ചു, വെളിപാടുകളുടെ ആധിക്യത്താൽ അഹങ്കരിക്കാതിരിക്കേണ്ടതിന് ദൈവമായ കർത്താവ് എന്റെ ശരീരത്തിൽ എനിക്കൊരു മുള്ളു തന്നു. 3 പ്രാവശ്യം ഞാൻ പ്രാർത്ഥിച്ചു, യേശു നായക മുള്ളെടുത്ത് മാറ്റാമോ? അവൻ പറഞ്ഞു, നിനക്കെന്റെ കൃപ മതി, ആ മുള്ള അവിടെ ഇരിക്കട്ടെ, നിന്റെ വിലക്കേറിയതിലാണ് എന്റെ ശക്തി വെളിപ്പെടുക. മോശ പ്രാർത്ഥിച്ചു, കാലു കുത്താൻ പറ്റിയില്ല. ദാവീദ് പ്രാർത്ഥിച്ചു, കുഞ്ഞ് മരിച്ചുപോയി. യേശു പ്രാർത്ഥിച്ചു, കാസ മാനിയില്ല.
പൗലോസ് പ്രാർത്ഥിച്ച് മുഴുവൻ മാറിയില്ല. അപ്പൊ നമുക്കൊരു സംശയം, പ്രാർത്ഥിച്ചാൽ നല്ലവര് പ്രാർത്ഥിച്ച് ഉത്തരം കിട്ടുമെങ്കിൽ എന്ത് സംഭവിക്കും? എന്റെ മകൻ കുരിശിൽ തറയ്ക്കപ്പെടല്ലേ എന്ന് വേദനയോടെ മറിയം പ്രാർത്ഥിച്ചിട്ടുണ്ട്. എന്റെ മോൻ ജനത്താൽ അവഹേളിതനാകല്ല ഒരമ്മയുടെ നൊമ്പരത്തോടെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. യേശുവിന്റെ പീഡാസന വേളയിൽ അമ്മ പ്രാർത്ഥിച്ചിട്ടുണ്ട്. രക്ഷപ്പെടാനുള്ള ആ വഴികളെ കുറിച്ച് പ്രാർത്ഥിക്കുക. പ്രത്യക്ഷത്തിലൊന്നും കഴിയില്ല, പക്ഷെ അവിടെ ഒരു ഉത്തരം തരുന്നുണ്ട് വേദപുസ്തകം. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യർക്ക് ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖയെ അയച്ചുവിട്ടു. കുടിക്കുവാൻ പാനപാത്രങ്ങൾ തരുന്ന ദൈവം പ്രാർത്ഥിക്കുന്ന മനുഷ്യന് ആശ്വസിപ്പിക്കുവാൻ ഒരു മാലാഖ അയച്ചു കൊടുക്കും. ആ മാലാഖ യേശുവിനെ ആശ്വസിപ്പിച്ചു ഗെത്സമനേയിൽ. ആ മാലാഖ പൗലോസിനെ ആശ്വസിപ്പിച്ചു മുറിവുകളിൽ. ആ മാലാഖ മറിയത്തെ ആശ്വസിപ്പിച്ചു ജീവിത വേദനകളിൽ. നമ്മൾ പ്രാർത്ഥിക്കുക. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നമുക്ക് ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുമെന്ന് തിരുവചനം നമ്മളെയൊക്കെ പഠിപ്പിക്കുക. അപ്പൊ പരിശുദ്ധ അമ്മ പ്രാർത്ഥനാനിരതയായി. അതുകൊണ്ട് ഏത് കാറ്റിനെയും കോളിനെയും ഫേസ് ചെയ്യാനുള്ള ശക്തി കിട്ടി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന് എന്തു വന്നാലും അതിനെ ഫേസ് ചെയ്യാനുള്ള പറ്റി, അതിനെ നേരിടുവാനുള്ള മനഃശക്തി ദൈവം കൊടുത്തുകൊണ്ടിരിക്കും. അതാണ് പ്രാർത്ഥന നൽകുന്ന ഒരു വലിയ അത്ഭുതം. എന്തു വന്നാലും പിടിച്ചു നിൽക്കും, സഹിച്ചിരിക്കും. എല്ലാ പ്രാർത്ഥനയും ദൈവം കേൾക്കുന്നതാണ്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട് തമ്പുരാനൊരു കാര്യം. ആരുടെല്ലാം പ്രാർത്ഥന കേട്ടാൽ 24 മണിക്കൂറും തുറന്നിരിക്കുന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി പോലെയാണ് കർത്താവ്. ഞാനത് കട്ടപ്പനക്കാർ പ്രാർത്ഥിക്കും, മഴ തരണേ ഇരിക്കലാമിൽ വെള്ളം തരണേ. ആ സമയം കുട്ടനാട്ടുകാർ പ്രാർത്ഥിക്കും, മഴയരുതേ വെള്ളത്തിൽ വീടും പൂങ്ങരുതേ. കപ്പ ഇടുന്നതും പ്രാർത്ഥിക്കും, മഴ തരണേ. കപ്പ വാട്ടുന്നതും പ്രാർത്ഥിക്കും, മഴയരുത്. എല്ലാവരുടെയും പ്രാർത്ഥനയിലാണ്. ഒരു ചെറുപ്പക്കാരന് അൾസർ അടിയന്തര ഓപ്പറേഷൻ ഡോക്ടർ വിളിച്ചു. തിയേറ്ററിൽ കയറുമ്പോൾ പ്രായമുള്ള അപ്പനോട് എന്റെ അപ്പ തിയേറ്ററിൽ കയറുമ്പോൾ എനിക്ക് മനക്കെട്ട് കിട്ടാനും ഡോക്ടർക്ക് നല്ല ഭംഗിയായിട്ട് ചികിത്സ ഓപ്പറേഷൻ നടത്താനുള്ള ശക്തി കിട്ടണം. അപ്പൻ പുറത്ത് ബെഞ്ചിലിരുന്ന് കൈ വെച്ച് പൊന്തയിൽ പ്രാർത്ഥിക്കാം. അപ്പൊ പൊന്തയിൽ പ്രാർത്ഥിച്ചു നോക്കുമ്പോൾ ഇയാളെക്കാൾ പ്രായമുള്ള വേറൊരാൾ അപ്പുറത്തിരുന്ന് കൈ വീശി കൊണ്ടേയിരുന്നു. ഇയാളോട് എന്തിനായി കൊണ്ടുവരുന്നത്? ഇയാൾ പറഞ്ഞു, എന്റെ മോന്റെ ഓപ്പറേഷന് അവൻ അപകടം വരാതിരിക്കാൻ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കുക. എന്റെ അപ്പം പറഞ്ഞു, എന്റെ മോന്റെ ഓപ്പറേഷൻ താനെന്തിനാ പ്രാർത്ഥിക്കുന്നത്? അയാൾ പറഞ്ഞു, എന്റെ മോന്റെ ഡോക്ടർ അവന്റെ ആദ്യത്തെ ഓപ്പറേഷനാണ്, കൈ വരയ്ക്കാതിരിക്കാൻ ഞാനും പ്രാർത്ഥിക്കുക. ഡോക്ടറെയും കേൾക്കണം, രോഗിയെയും കേൾക്കണം, എല്ലാവരെയും കേൾക്കുന്ന ഒരു ദൈവം പ്രാർത്ഥന കേൾക്കും. മറിയം വരുന്നു, പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരുന്ന ദൈവമാണ്. ഒരുപാട് സഹിച്ച് പ്രാർത്ഥിച്ച അമ്മയെ ആത്മശരീരങ്ങളോടെ ദൈവം സ്വർഗത്തിലേക്ക് ഉയർത്തി. പ്രാർത്ഥിക്കുന്ന മനുഷ്യന്റെ ഉറപ്പ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും എന്തെല്ലാം വന്നാലും ദൈവം അറിയാതെ സംഭവിക്കുകയില്ല, ദൈവം അറിയാതെ വരികയില്ല. ആ ഉറപ്പ്, ആ ബലം അത് മനുഷ്യന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. 8 നോമ്പ് ഉപവാസത്തിന്റെയും പ്രാർത്ഥനയുടെയും സമയമാണ്. ഉപവാസം ശരീരത്തിന്റെ നിയന്ത്രണത്തിനും പ്രാർത്ഥന ആത്മാവിന് ബലം തരുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവിന് ബലം, ഉപവാസം രക്ഷിക്കുമ്പോൾ ജനത്തിന് വേണ്ടി നിയന്ത്രണം. അപ്പൊ ശരീരത്തിന്റെ ബലവും ആത്മാവിന്റെ ബലവും ഒരുമിച്ച് ലഭിക്കുകയാണ് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച്, പ്രാർത്ഥിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ച്. ഇതാണ് ജീവിതത്തിൽ പലപ്പോഴും സംഭവിക്കുക. അപ്പൊ നമ്മൾ ഒരു ആത്മശ്രദ്ധയും കേട്ടുന്നുണ്ട്. ഒരുപാട് കാര്യം ഞാൻ ബുദ്ധി കൊണ്ടും സാമർഥ്യം കൊണ്ടും ചെയ്യുമ്പോൾ ദൈവത്തിന്റെ ശക്തി കിട്ടാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? ഒത്തിരി കാര്യം എന്റെ വ്യക്തിപരമായ കഴിവുകൊണ്ട് ഞാൻ ചെയ്തു പോകുമ്പോൾ ദൈവികമായ ശക്തി കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടോ? അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന ഒരു വലിയ കൃപ, ദൈവത്തിന്റെ കണ്ണിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ പഠിക്കും. ദൈവം കാണുന്ന കണ്ണുകളിലൂടെ ലോകത്തെ നോക്കിക്കാണാൻ പഠിക്കും. ഇല്ലെങ്കിൽ എന്റെ ശക്തിയിലുള്ളതാണ്. മനുഷ്യൻ അതിര് കാണുന്നു, ദൈവം അനന്തത കാണുന്നു. മനുഷ്യൻ അതിര് കാണും, ദൈവം അനന്തത കാണും. പ്രാർത്ഥിക്കുന്ന മനുഷ്യൻ ഇറ്റേണിറ്റി, നിത്യത, അനന്തതയെ കാണും. പ്രാർത്ഥിക്കാത്ത മനുഷ്യൻ ഇന്നത്തെ കൊച്ചു ലോകത്തെ അതിരിനെ കാണും. അതിന്റെ വെളിച്ചത്തിൽ ആകുലപ്പെടാനും അസ്വസ്ഥനാകാനും വരും. അമ്മയെ പോലെ പ്രാർത്ഥനയിൽ സ്ഥിരതയുള്ളവരായി നമുക്ക് ജീവിക്കാം. 1 ആമേൻ പറഞ്ഞ അപ്രകാരം സംഭവിക്കേണ്ടത് എന്ന് പറഞ്ഞ അമ്മ. 2 അപ്രകാരം സംഭവിക്കേണ്ടതെന്ന് വിശ്വാസത്തോടെ പറഞ്ഞ അമ്മ. 3 അപ്രകാരം സംഭവിക്കേണ്ടതെന്ന് പറയാൻ അമ്മയ്ക്ക് ശക്തി ലഭിച്ചത് പ്രാർത്ഥിക്കുന്നു. 4 സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അമ്മ. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞു. സമ്പൂർണ്ണ സമർപ്പണം.
പിന്നെ മാതാവിന്റെ ജീവിതത്തിൽ നൊമ്പരങ്ങളോ മുറിവുകളോ ഇല്ല. ഇനി ദൈവം അറിയാതെ ഒന്നും സംഭവിക്കുകയില്ല. എന്താണ് സമ്പൂർണ്ണ സമർപ്പണം? സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചാണ് തീരുമാനിക്കും. അതാണ് പ്രത്യേകത. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ചയാളാണ് തീരുമാനിക്കുക. വിവാഹിതയായ ഒരു സ്ത്രീ എന്ത് ചികിത്സ എങ്ങനെ തീരുമാനിക്കുന്നത് അവിടെ അപ്പനും ആംഗന്മാരുമല്ല, അവിടെ കെട്ടിയ പുരുഷനാണ്. ഭർത്താവിന്റെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചികിത്സിക്കണം തീരുമാനിക്കുന്നത് ഭാര്യ. ഒരു വൈദികന് എന്തെന്ന് തീരുമാനിക്കുന്നത് ചെയ്യേണ്ടത് പിതാവ് തീരുമാനിക്കും. സന്യാസത്തിൽ പുരുഷാണ് തീരുമാനിക്കും. സമർപ്പിച്ച വ്യക്തിയിൽ എന്ത് സംഭവിക്കണമെന്ന് സമർപ്പണം സ്വീകരിച്ച ആളാണ് തീരുമാനിക്കുക. പരിശുദ്ധ അമ്മയ്ക്കറിയാം, ഇതാ കർത്താവിന്റെ ദാസ്യം പറഞ്ഞ് സമർപ്പിച്ചോ, പിന്നെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതും അവിടുന്ന് അറിയാതെയല്ല. ഈ തിരിച്ചറിവ് മറിയത്തെ ആരംഭിച്ചു. ആ തിരിച്ചറിവ് അമ്മയുടെ 8 നോമ്പ് ആചരണത്തിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊക്കെ നോക്കുക, സമ്പൂർണമായി സമർപ്പിച്ചവരാണെന്ന്. സമ്പൂർണമായി സമർപ്പിച്ചവരാണെങ്കിൽ ചെറിയ വിഷമം വരുമ്പോഴത്തേക്ക് നമ്മൾ അസ്വസ്ഥരാകിയല്ലോ. ഒരു തലവേദന വന്നാൽ MRI സ്കാനിങ് നൽകാൻ വേണ്ടി പോകേണ്ട കാര്യമില്ല. ഒരു ഫിനാൻഷ്യൽ ഉപയോഗമുണ്ട്, ഗ്രൂപ്പും കൊണ്ട് നിർത്താവുന്ന അന്ന് തീരുമാനിക്കും. ചെറിയൊരു പനി വന്നു കഴിഞ്ഞാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ പോകേണ്ട കാര്യമില്ല. ഒരു കൊച്ചു ഗുളിക വന്ന് തീരുമാനിക്കും. ഇല്ലാത്തവർക്കോ ഭയങ്കര ടെൻഷൻ, എന്തു വന്നാലും ടെൻഷൻ, അമിതമായ ടെൻഷൻ. സമർപ്പിച്ച രീതിക്ക് ടെൻഷനില്ല. എത്ര ജീവിതം വീണ്ടാലും ദൈവകരങ്ങളിലാണ് തീരുമാനിക്കട്ടെ. ദൈവത്തിൽ ചെയ്യുന്ന ആളുകളെ ആ ഒരു ഉറപ്പാണ് ജീവിതത്തിൽ ലഭിക്കുക. നമ്മുടെയൊക്കെ ജീവിതം എന്ന് പറയുന്നത് ഒരു ഡൈനിങ് ടേബിളാണ്. ഈ ഭൂമിയിൽ ഒരു 55 വർഷക്കാരൻ ഞാൻ ഭൂമിയിൽ ജീവിച്ചാൽ 55 വർഷം നീണ്ട ഡൈനിങ് ടേബിളാണ് എൻ്റെ ജീവിതം. ആ ഡൈനിങ് ടേബിളിൽ എന്ത് വിഭവം വിളമ്പണമെന്ന് കലവറക്കാരനായ ദൈവം തീരുമാനിക്കും. ചിലതെന്നും പാവിക്കായ കൈപ്പുള്ള അനുഭവം, ചിലതെന്നും ഉപ്പ കണ്ണുനീര്, ചിലതെന്നും നെല്ലിക്കാൻ പോലെ ഇന്ന് കൈപ്പ് നാളെ കൊടുക്കുക, നാളെ കഴിഞ്ഞ് മധുരം, ചിലതെന്നും തേന മധുരമുള്ള അനുഭവം. കയ്പും മധുരം എന്ത് വന്നാലും ഒരുപോലെ സ്വീകരിക്കണം. അതുകൊണ്ടാണ് ഓശാനയുടെ ജൈവിളി, ദുഃഖവിളിയുടെ കൊലവിളി ഒരുപോലെ സ്വീകരിച്ചവനാണ് ക്രിസ്തു. ഇതാണ് അമ്മയെ നമ്മളെ പഠിപ്പിക്കുക. മഹത്വത്തിന്റെ മണിക്കൂറും മങ്ങിപ്പോകുന്ന നിമിഷങ്ങളും ഒരേ കാഴ്ചപ്പാടെ കാണാനുള്ള ഒരു മനസ്സ്, ഇതാണ് സമ്പൂർണ്ണ സമർപ്പണം. എന്റെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ പറ്റുകയല്ല, പക്ഷെ തമ്പുരാൻ അറിയാം അവിടുന്ന് ചെയ്യുന്നത്. ഈ ഒരു ബോധ്യം ഒരു സമർപ്പണം. മോശ പണ്ട് ദൈവത്തെ കാണാൻ ആഗ്രഹിച്ചപ്പോൾ ദൈവം വെളിപ്പെടുത്തിയത് ഉൾപ്പെടത്തിലാണ്. കാരണം പിന്നീട് മോശ ഒരുപാട് കുത്ത് അഹരോനിൽ നിന്നും മീരിയാമിൽ നിന്നും ഒരുപാട് പേര് കുത്തുകൊള്ളേണ്ട മനുഷ്യനാണ്. അതുകൊണ്ട് എന്ത് ചെയ്തു? ഒരുപാട് കുത്തുകുത്തുന്ന ഉൾപ്പെടത്തിൽ ദൈവം മോശയ്ക്ക് പ്രത്യക്ഷപ്പെട്ടപ്പോൾ പിന്നീട് മോശയ്ക്ക് മുള്ളുകൊണ്ട് കുത്തുന്ന അനുഭവം ഉണ്ടായപ്പോൾ അനുഭവം എല്ലാം ദൈവാനുഭവമായി മോശയ്ക്ക് ബോധ്യമായി. ആ തിരിച്ചറിവ് സമർപ്പണം പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ടാണ് സഭാവസ്ത്ര സ്വീകരണത്തിന്റെ തലേ ദിവസം നവസന്യാസികൾക്ക് ഒരു ടെൻഷൻ, സമർപ്പണം. പട്ടത്തിന്റെ തലേ വൈദികാറ്റിക്ക് ഒരു ടെൻഷൻ, സമർപ്പിക്കാൻ പോവുക. വിവാഹത്തിന്റെ തലേ ദിവസം ആണുങ്ങൾ ഉലാത്തും പെണ്ണുകൾ കിടന്നു ഉരുളും, സമർപ്പണം. അതുകൊണ്ടാണ് എത്ര ധൈര്യമുള്ള പട്ടാളക്കാരനാണെങ്കിലും തോക്ക് പിടിക്കുമെന്നും വിറയ്ക്കാത്തിടയിൽ താലി പിടിക്കുമെന്നും പറയുന്നത്. കാരണം പട്ടാളക്കാരന് പോലും അറിയാം 2ാം ലോകമഹായുദ്ധം സഹിക്കാം. ഇന്നു മുതൽ തുടങ്ങുന്ന 3ാം ലോകമഹായുദ്ധം അവന് ശക്തിക്കപ്പുറം. കുറെ നാൾ മുമ്പ് കണക്കധ്യാപനയെ എത്തിച്ചു. അവൻ കിട്ടിയത് ഇംഗ്ലീഷ് പഠിക്കുന്ന ടീച്ചറെ ചൂരൽ വഴി കുലുക്കി പറിച്ച് പിള്ളേരെ അടിച്ചു പഠിപ്പിക്കുന്ന സാറ്. ഞാൻ നോക്കുമ്പോൾ ചൂരലിന്റെ നായരിന്റെ പകുതി ഒരു കട്ടിയില്ലാത്ത ചീപ്പുന്നൂരിൽ കെട്ടുകാലുകൾക്ക് വെള്ളിയെ കഴിയും കൈ ഉറക്കുന്നില്ല. ചിത്തശവം ദേ കുടിക്കാൻ വേണ്ടി പൂവിന്റെ മണ്ടയപ്പുറം പറഞ്ഞതുപോലെ കൈ നെല്ലിത്തുന്നി പോകും. അവസാനം കഷ്ടപ്പെട്ട് കെട്ടിയൊപ്പിച്ച യാത്രയായി. പിറ്റേ തിങ്കളാഴ്ച അവനും ഭാര്യയും കൂടെ ഒരു കേക്ക് പോലെ എന്നെ കാണാൻ. ഞാൻ കേക്ക് ആശംസിച്ച് മുറിച്ചു. 2 ചെറിയ കഷ്ണം അവർക്കും കൊടുത്തു, തമ്മിൽ മുറിച്ച കഷ്ണം ഞാനും എടുത്തു, ബാക്കി അരമാരി വെച്ച് കൂടി. ഇറങ്ങി പോകും ഇവരെ തോടെ ഞാൻ ചോദിച്ചു, പേടിക്കുള്ള കണക്കധ്യാപക എന്നാ വേറെയാടാ വെച്ചു. സ്വന്തമായിട്ട് പെണ്ണിനെ കിട്ടുമ്പോൾ ഒരുപാട് ധൈര്യമല്ലേ വേണ്ടത്. അവൻ ചോദിച്ചു, അച്ഛ അത് വിലയാണെന്നാണ് അച്ഛൻ ഓർത്തെ. ഞാൻ പറഞ്ഞു, കൈ കിടക്കാൻ ഫുള്ള് വിലയില്ലാതെ വിലയുണ്ടാവാം. ഒരു മെന്നച്ച വിലസല്ല, ഇത് പിള്ളകളിയാണ്. കത്തോലിക്ക സഭയിലെ ഗൗരവമുള്ള ഒരു കൂതാശയുടെ സ്വീകരണമല്ലേ വിലസല്ല അച്ഛാ. പിന്നെയോ പരിശുദ്ധാത്മാവിന്റെ ആദരവ്. ഇപ്പൊ സമർപ്പണം ടെൻഷൻ പിടിച്ചതാണ്. അത് പട്ടമാണെങ്കിലും അത് കല്യാണമാണെങ്കിലും എവിടെയാണെങ്കിലും
ഈ സമർപ്പണം മറിയം നടത്തിയത് വരും വരായ ലോകം ഒറ്റ സമർപ്പണം. ഇതാ കർത്താവിന്റെ ദാസി, ഇഷ്ടം പോലെ സമ്മതിക്കട്ടെ. 33 വർഷം മുമ്പ് പറഞ്ഞെങ്കിൽ 33 വർഷം കഴിഞ്ഞ് യേശു കിടന്ന കുരിശിന് താഴെ ഒരു കരിമ്പാറ. ആ പാറമേൽ മറിയുന്ന പാറമേൽ കുരിശിൽ നിന്നും ഒഴുകിയ ചോരത്തുള്ളികൾ ചോപ്പിലാരങ്ങൾ ശ്രദ്ധിച്ചു. കുരിശിൽ ഗുരുവിനെ പോലെ പിടയുന്ന പുത്രനെ നോക്കി മറിയം കുരിശിച്ചോടി നിന്ന് പറഞ്ഞു, ഇതാ കർത്താവിന്റെ ദാസി, ഇഷ്ടം പോലെ നിന്നിലും എന്നിലും എന്റെ പ്രിയ മകനിലും നിലവേറട്ടെ. ഇതാണ് സമർപ്പണം. ജീവിതത്തിൽ എന്ത് വന്നാലും അമ്മയെ പോലെ രണ്ടിനെയും വേണ്ടി സ്വീകരിക്കുക. പരാതിയില്ലാതെ പരിശുദ്ധിയമ്മ, പരിഭവമില്ലാതെ പരിശുദ്ധി അമ്മയാണ് നമ്മൾ കാണുക. ഒരു പരാതി എന്ത് വന്നാലും ഏത് വന്നാലും ഒക്കെ എന്ന് പറഞ്ഞ് അക്സെപ്റ്റ് ചെയ്യുക. ഇതാണ് അമ്മയിൽ നമ്മൾ കാണുന്ന 4ാമത്തെ പ്രത്യേകത, സമ്പൂർണ്ണ സമർപ്പണത്തിന്റെ അമ്മ. പരാതിയില്ല, പരിഭവമില്ല, ആർത്തികളില്ല, ഒന്നുമില്ല. വേണമെങ്കിൽ മാതാവിന് ഗബ്രിയേൽ മാലാഖയെ കൊണ്ട് ബേദലഹേം സത്യത്തിന്റെ മാനേജർക്ക് ഒരു IST കോഡ് പഠിപ്പിക്കാമോ? എന്നിട്ട് പറയാം, ഒരു മിസ്സിസ് മറിയം പ്രസംഗിക്കാൻ പറ്റുന്നത് ബംഗ്ലാവിന്റെ 1ാം നമ്പർ മുറി ഫ്രീ ആക്കിയിട്ട് കേൾക്കണം. അകത്തുള്ളവരെ ഔട്ടാക്കിയിട്ട് ഇവരെ അഡ്മിറ്റ് ചെയ്യും. മാതാവിന് വേണ്ട, എനിക്ക് വേണ്ടി മോനും ഇതും മതി. സമർപ്പണം നടത്തില്ല. പശുക്കൂട് മതി, ഗോമൂത്രം മതി, ചാണകം മതി, വൈക്കോല് മതി, ഇതും മതി. എനിക്ക് വേണ്ടി മോനും ഇത് മതി. അതാണ് വൃത്തി. നമ്മുടെയൊക്കെ ജീവിതത്തിൽ പറയാൻ പറ്റുന്നത്, എനിക്ക് ഈ ചെറിയ വീട് മതി, എനിക്ക് ഈ വാച്ച് മതി, എനിക്ക് ഈ ചെരുപ്പ് മതി, എനിക്ക് ഈ ഭക്ഷണം മതി, ഈ പറമ്പും ഈ പരിസരവും മതി, ഇതും മതി എന്ന് പറയാൻ പറ്റുന്ന അടിസ്ഥാനങ്ങൾ. പോരാന്ന് എപ്പോഴും ആർത്തിയോടെ പറയുന്നത് സമർപ്പണത്തിന്റെ അസാന്നിധ്യമാണ്. അമ്മ വിളിക്കുന്നു, ഇത് മതി കർത്താവിന്റെ ദാസി, ഇഷ്ടം പോലെ എന്നിൽ, എന്റെ ജീവിത പങ്കാളി, എന്റെ മക്കളിൽ, എന്റെ ഇടവകയിൽ, എന്റെ സമൂഹത്തിൽ, എന്റെ ജോലി സ്ഥലത്ത് നിലവേറെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഏറ്റവും മുമ്പിൽ അമ്മ പഠിപ്പിക്കുന്ന പാഠം, സമ്പൂർണ്ണ സമർപ്പണം. അവസാനമായി 5ാമത്, ഈ അമ്മ ആമേൻ പറഞ്ഞപ്പോൾ, വിശ്വസിച്ചപ്പോൾ, പ്രാർത്ഥിച്ചപ്പോൾ, സമർപ്പിച്ചപ്പോൾ അമ്മയുടെ യാത്ര യൂക്കറിസ്റ്റിക് പ്രൊസഷനായി മാറി, ദിവ്യകാരുണ്യ പ്രദക്ഷിണമായി മാറി. വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ മറിയം എലിസബത്തിന് വിളിക്കുന്ന യാത്രയെ വിളിക്കുന്ന വാക്ക് ലോക ചരിത്രത്തിലെ ആദ്യത്തെ കുർബാനയുടെ പ്രദക്ഷിണമാണ്. മാംസരക്തങ്ങളാണ് അരളിക്കായി ഗർഭപാത്രങ്ങൾ യേശുവിന്റെ മാംസരക്തങ്ങളെ സൂക്ഷിച്ചത് മറിയം. ആദ്യത്തെ അരളിക്ക, ആദ്യത്തെ കുർബാനയുടെ പ്രദക്ഷിണം. ആ പ്രദക്ഷിണം കടന്നു പോയപ്പോൾ വഴിയുന്നവര് മാത്രമല്ല, വൈകി കണ്ടവരും ആത്മാവിനാൽ നടന്നു. എലിസബത്തിന്റെ വൈകി കണ്ട സ്നാപകനാൻ മറിയത്തിന്റെ വൈകി കടന്ന ഈശോയെ കണ്ടപ്പോൾ ഒരു വലിയ ആഗ്രഹം, ഒരു ക്ഷയിക്കാനും ഉണ്ടാകും. വൈകി കണ്ട് ക്ഷയിക്കാനും കൊടുക്കാൻ പറ്റുമോ? പിന്നെ ചെയ്യാവുന്ന മാക്സിമം ക്ലൈമാക്സ് ആവും ചെയ്യും. അമ്മയുടെ വൈകി കിടന്ന് 2 ഹൈ ജമ്പും ഒരു ലോങ് ജമ്പും ചാടി എന്നാണ് പറയുക. ലോക ചരിത്രത്തിലെ ആദ്യത്തെ ഒളിമ്പിയൻ, ലോകാവസാനം വരെ തകർക്കാൻ പറ്റാത്ത റെക്കോർഡിന്റെ വളർന്നു. ആ സമയത്ത് എലിസബത്ത് വയറെ പൊത്തിപ്പിടിച്ച് മറിയത്തോട് പറഞ്ഞു, കർത്താവ് വരെ ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ച് നീ ഭാഗ്യവതി. വിശ്വസിച്ച പെണ്ണെ നീ ഭാഗ്യവതി. അത് കല്യാണം കഴിച്ച പെണ്ണുങ്ങൾക്ക് ദൈവം കൊടുത്ത വരവ, വളഞ്ഞ വഴിയിലൂടെ കെട്ടിയോട് കൊട്ടാനുള്ള വരവ്. വിശ്വസിച്ച പെണ്ണെ നീ ഭാഗ്യവതി എന്ന് പറഞ്ഞാൽ സക്രിയ കേൾക്കണം. വിശ്വസിക്കാത്ത കാലമാടാ നിനക്ക് ദുരിതം, വിശ്വസിക്കാത്ത കാലമാടാ നിനക്ക് ദുരിതം. മംഗളവാർത്ത കിട്ടിയ മറിയൻ ഓടി നടന്ന് ശക്തനായ വലിയ കാര്യം ചെയ്തു. അഹങ്കാരികളെ ചിത്രിച്ചു, വിനീതരെ ഉയർത്തി സ്വതന്ത്രീനം പാടി നടക്കുമ്പോൾ സക്കരിയ പള്ളിയുടെ വാതിലടച്ചിട്ട് വാ കൂട്ടി പാതകത്തെ കയറി കുത്തിയിരുന്നു. കട്ടക്കാപ്പി ഊതി കുടിച്ചു, ചായ ഊതി കുടിച്ചു, വിറവ് പുള്ളി തള്ളി കയറ്റി കൂത്തു ഇരിക്കും. ആ ഇരിപ്പും കൂത്തും കണ്ടപ്പം നാട്ടുകാർക്ക് മാത്രമല്ല എലിസബത്തിന് ഒരു സംശയമായി തുടങ്ങി. അവക്കല്ല, സക്കരിയായി കഴിഞ്ഞും 6ാം മാസം അവൻ ഇരിപ്പ്. നമ്മൾ ഈ 6ാം മാസത്തിന് ഇരിപ്പിരിക്കുന്നവരല്ല, ജീവിതത്തിൽ ആനന്ദത്തോടെ നടക്കണം. ദൈവാനുഭവമുള്ളത് ആനന്ദം ഇല്ലല്ലോ. ആന്റിയെ അങ്ങനെ എവിടെ പോയാലാ എപ്പം വരുന്നറിയോ? ഈ എമ്പക്കം വിട്ടുപോല ചിലരുടെ മുഖത്ത് നോക്കിയാൽ തോന്നുന്നു അവന് മുഖത്തേക്ക് ഇറങ്ങി വരിക, അല്ലെ ശവടത്തിന് കുറിച്ച് വരിക. എപ്പോഴും വീർപ്പിച്ചിട്ട് മുഖത്തൊരു പ്രകാശം, ജീവിതത്തിൽ ഒരു പ്രസാദം വേണം, ജീവകാരുണ്യ പ്രദക്ഷിണം. നമ്മുടെ ജീവിതം ഒരു ദിവ്യകാരുണ്യ പ്രദക്ഷിണമാക്കി മാറ്റണം. കടന്നു പോകുന്ന വഴികളിൽ സന്തോഷം കൊണ്ട് കടന്നു പോകുക, സംസാരിക്കുന്ന ജീവിതങ്ങളിൽ പ്രതീക്ഷ കൊടുക്കുക, ഇടപെടലുകളിൽ ആനന്ദം കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന ഒന്നായി നമ്മുടെ ജീവിതം മാറട്ടെ. പരിശുദ്ധ അമ്മയുടെ
ഏറ്റവും നോമ്പായതിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ, അമ്മയുടെ ജന്മത്തിനാളിനായിട്ട് നമ്മളെ ഒരുക്കുമ്പോൾ, അമ്മ കാണിച്ച 5 മുദ്രകൾ നമുക്ക് പേരാം. ഏതും വരുമ്പോൾ ആമേൻ എന്ന് നമുക്ക് പറയാം. എന്തിന്റെയും നടുവിൽ ഞാൻ വിശ്വസിക്കുന്നുവെന്ന് വിശ്വാസം ഏറ്റുപറയാം. എല്ലാ അനുഭവങ്ങളിലും പ്രാർത്ഥിച്ച് മനസ്സിന് ശക്തി നേടാം. ദൈവം തരുന്ന 2 കൈ നീട്ടി സ്വീകരിക്കുന്ന സമർപ്പണ മനോഭാവം നമുക്ക് ആർജിക്കാം. അങ്ങനെ ജീവിതത്തെ ഒരു ദീപികാനുഭവിച്ചു മാറ്റാം. നിത്യകന്യകയും ജന്മഭാവമില്ലാതെ ഉത്ഭവിച്ചതുമായ സിയോനിലെ പരിശുദ്ധ അമ്മ നമുക്കായിട്ട് അമ്മയുടെ ജന്മദിനത്തിനായിട്ട് നാളുകളിൽ നിരന്തരം പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ അമ്മ ദൈവമാതാവേ, പാപികളും പാപങ്ങളുമായി ഞങ്ങൾക്ക് വേണ്ടി എന്നും പ്രാർത്ഥിക്കണമേ. ആമേൻ.